ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് നോർമൽ തയ്യൽ മെഷീൻ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തുണിയിൽ ഇതേപോലെ നെക്കൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു ഡിസൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലൈൻസ് ഒരു ബ്രാഞ്ച് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഡിസൈൻ വേണ്ടത്. അപ്പോൾ തയ്ക്കുന്നത് നമ്മളിതിൻ്റെ മറുഭാഗത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ ഭാഗത്ത് തന്നെ നമ്മൾ ലൈൻസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് തുണിയുടെ മറുഭാഗത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ഡാർക്ക് ബ്ലൂ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ മെഷീൻ്റെ ബോബിനിൽ ഞാൻ ആ ഒരു എംബ്രോയ്ഡറി ത്രെഡ് ഇതേപോലെ ചുറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മേൽഭാഗത്ത് തയ്ക്കാനായിട്ട് സെയിം കളറുള്ള നോർമൽ നൂലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാ തയ്ക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ നമുക്ക് എവിടെയാണോ ഡിസൈൻ വേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബോബിനിലാണ് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ നോർമലായിട്ട് തയ്ക്കുന്ന പോലെ ഈ വരച്ചു കൊടുത്ത ലൈൻസിൽ തയ്ച്ചു കൊടുക്കാം. ഇതിൻ്റെ മറുഭാഗത്ത് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ മറുഭാഗത്ത് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ആദ്യം അതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്തിട്ടുള്ളതൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത് അതിൻ്റെ ഇവിടെയാണ് ഞാൻ ഇപ്പോൾ തയ്ച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ബോബിനിൽ എംബ്രോയ്ഡറി ത്രെഡ് ചുറ്റി കൊടുത്തത് കൊണ്ട് അതിൻ്റെ ഒറിജിനൽ സൈഡിൽ നമുക്ക് ഡിസൈൻ വേണ്ട സൈഡിൽ ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് കിട്ടും. ഇനി ബാക്കി ആ ലൈൻസ് എല്ലാം ഇതേപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഞാൻ എല്ലാ ലൈൻസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ നൂലൊക്കെ ഒന്ന് വലിഞ്ഞ് നിൽക്കുന്നതൊക്കെ കറക്റ്റായിട്ട് വരും. സ്റ്റിച്ചൊക്കെ ഒന്ന് പതിഞ്ഞ് നിൽക്കും. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലത്തെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബീഡ്സ് കിട്ടും. ഈ ബീഡ്സ് നമ്മൾ ഈ എല്ലാ ലൈൻസിൻ്റെയും കൂടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബാക്കിയെല്ലാം ഇതേപോലെ ബീഡ്സ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ ബീഡ്സും പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് കവർ ചെയ്ത് കൊടുക്കണമെന്നില്ല. നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ ബീഡ്സ് വേണ്ടത് അവിടെ മാത്രം വെച്ച് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ആ സ്റ്റിച്ച് തുടങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെ കുറച്ച് നൂലിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയി വരുന്നതേ ഉള്ളൂ.
സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. താങ്ക് യു.